experience. ശർമിള, നമ്മുടെ ഈ രജിസ്ട്രേഷൻ ഫീസ് പെൻഡിങ് ഉള്ള ഒരുപാട് പേരുടെ ഇതിനകത്തുണ്ട്. ആ പേരെല്ലാം വേറെ ലിസ്റ്റ് ആക്കണം കേട്ടോ. സാറേ, ഇതെല്ലാം നമുക്ക് തരാനില്ലവരെ പേരാണ്. നോക്കറാ, ഇത് ഈ ചോന്ന മഷിയിട്ടിട്ട് ഒരു പേര് എഴുതിട്ടൊക്കെ സാബു എന്ന് പറഞ്ഞിട്ട് അത് സാറിന്റെ പാർട്ടിയിലായിട്ടുള്ള ആളാന്ന് പോലും. അപ്പൊ ഓറ് പറഞ്ഞിന് അത് നോക്കിയാൽ മതിന്ന്, സാറിനോട് പറഞ്ഞാൽ മതിന്ന് പറഞ്ഞിന്. അത് സാബു ആ പേര് നോക്കറ, ചോന്ന മഷിയിൽ എഴുതിയത്. ഇത് എത്ര റുപ്യ തരാനുള്ള? അത്രയും ഇല്ല, 2000 റുപ്യ. 2000 ഉള്ളൂന്നാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 രൂപയാണെങ്കിൽ അതിന്റെ വാല്യൂ ഉണ്ട്. കഷ്ടപ്പെടണ 1 രൂപയ്ക്ക് 2000 ഉള്ളൂ എന്നല്ല, 2000 ഉണ്ട് എന്ന് പറയണം. ഉണ്ട്. പിന്നെ ഓൻ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞല്ലോ. ഞാനിപ്പോ രാഷ്ട്രീയത്തിലേ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് ഇമ്മാതിരി തരികിട വർത്താനം പറഞ്ഞാൽ അത് വിശ്വസിക്കണ്ട, കായ് മേടിക്കണം. ഓനങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ പലതും പറയും. അതൊന്നും അങ്ങനെ നോക്കണ്ട കേട്ടാ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കണ്ട. എന്താ ശർമിളക്ക് എന്നോട് എന്തെങ്കിലും വല്ല പറയാനുണ്ടോ? എന്താ ഉള്ള പോലെ തോന്നണ്ടല്ലോ സാറെ. പിന്നെയുണ്ടല്ലോ, എന്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്, എനക്കൊരു ലീവ് വേണേനു. ശർമിള, നിങ്ങൾ ജോലിക്ക് പറഞ്ഞത് ലീവ് എടുക്കാൻ വേണ്ടിട്ടാണോ? പിന്നെന്തിനാ ഇപ്പൊ ലീവ്? അല്ല, എന്റെ ഇളയമോന്റെ മോളെ കല്യാണം. അപ്പൊ കഴിഞ്ഞ ആഴ്ച 2 ദിവസങ്ങൾ ലീവ് എടുത്തല്ലോ. എന്റെ കുടുംബത്തിലായതുകൊണ്ടല്ലേ ഞാൻ ലീവ് എടുത്തത് സാറേ. അന്ന് ലീവ് എടുത്തതാ, അതെന്റെ അമ്മക്ക് കയ്യാഞ്ഞിട്ട്. പിന്നെ വേറെ ദിവസം എടുത്തത് എനക്ക് കയ്യാത്തോണ്ട്. ഓ, സുഖമില്ലാഞ്ഞിട്ട് അല്ലേ? എന്നാ പിന്നെ ശർമിള ഇവിടുത്തെ ജോലി രാജിവെച്ചിട്ട് ഏതെങ്കിലും ആശുപത്രിയിൽ ജോലി കിട്ടുമോ നോക്ക്. അതാകുമ്പോ നിങ്ങൾക്ക് കയ്യില്ലാത്ത ദിവസമൊക്കെ ആശുപത്രിയിൽ തന്നെ കിടക്കാമല്ലോ. അങ്ങനെയല്ല സാറേ, എന്റെ കുടുംബത്തിലായതുകൊണ്ടാണ്, അത് പോവാണ്ടിരിക്കാൻ പറ്റൂലല്ലോ സാറേ. ഇങ്ങനെയുള്ള പരിപാടികൾ പറ്റില്ല. നമ്മുടെ ഓഫീസിന്റെ റൂൾസ് അനുസരിച്ചിട്ട് 1 മാസത്തിൽ 1 ദിവസമേ ലീവ് തരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ലീവ് എടുത്താൽ നമ്മൾ സാലറി കട്ട് ചെയ്യും. എനക്കത് അറിയാപ്പാ. അറിയാലോ, പിന്നെന്താ. അല്ലപ്പോ ഇത് നമ്മളെ കുടുംബത്തിലായതുകൊണ്ടാണ്, അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ശർമിള. സാറേ, ഇപ്രാവശ്യം മതി, ഞാൻ പിന്നെ ബുദ്ധിമുട്ടാക്കൂല സാറിന്. ഇത് തന്നെ എല്ലാ പ്രാവശ്യം. എന്നാ സാറേ, സാറേ ഇനി ഉത്തരം പറഞ്ഞിട്ട് പോപ്പാ. എന്താ അവിടെ ഒരു ഒച്ചപ്പാട് പാടാ? എത്ര നേരമായി നീ ഇതിലിട്ട് പണിയാൻ തുടങ്ങിയിട്ട്? ഒന്ന് പെട്ടെന്ന് കെട്ട്. അയ്യോ, കഷ്ടം. ഹലോ ഹലോ, ഇതെന്താ ഇവിടെ പരിപാടി? എന്തെങ്കിലും എന്താണെന്നത്? ഇതെന്താ ഇവിടെ കൊടി വെച്ചിരിക്കുന്നത്? ഈ കൊടി ഇവിടെ വെക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ കൊടി, അത് മാറ്റുന്ന പ്രശ്നം. ആരാ നമ്മുടെ കൊടി? നിങ്ങളുടെ കൊടിയാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെ? ഇത് എൻ്റെ ഓഫീസാണ്, ഞാൻ മാസ വാടക കൊടുത്ത് നടത്തുന്ന ഓഫീസാണ്. ഇതിന്റെ ഇവിടെ ഈ കൊടി ഇവിടെ വെക്കാൻ പറ്റൂല, എടുത്ത് മാറ്റിയ. ഇത് പാർട്ടിയുടെ കൊടിയാണെങ്കിൽ ഇത് ഇവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് തൽക്കാലം അഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ, നിന്റെ പാർട്ടിയുടെ കൊടിയാണെങ്കിൽ നീ വേറെ എവിടെയും കൊണ്ടുവയ്ക്കണം. ഇവിടെ നിന്ന് എടുത്ത് മാറ്റിക്കോണം സുലേന, ഞാൻ കാര്യമായിട്ട് പറയണം. ചൂടാവാതെ ക്ലിച്ചോ. ഇയാളുടെ പെമ്പർ നിർത്തി ഞങ്ങളുടെ പാർട്ടി മെമ്പർ അല്ലേ? പെമ്പർ നിർത്തി പാർട്ടി മെമ്പർ ആണെങ്കിൽ പെമ്പർ നിർത്തിയുടെ ഓഫീസിൽ അവിടെ കൊണ്ട് വെക്കുന്ന ഈ കൊടി നീ എന്റെ ഓഫീസിന്റെ ഇവിടെ വെക്കല. കൊടി അടിച്ച് മാറണം. കൊടിയൊന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കളിക്കാതെ എടുത്ത് മാറ്റാനാണ്, എടുത്ത് മാറ്റാ. ഇത് വേറെ എവിടെ കൊണ്ട് വെക്കുക. പിടി കൊണ്ടുപോകേ. DDT-കാരനായ നിനക്ക് RDP-യുടെ കൊടി കാണുമ്പോ ചൊറിച്ചിൽ വരുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ കെട്ടിയത്. മനപ്പൂർവ്വം ചൊറിയാൻ വന്നത് തന്നെയാണ് അല്ലേ? നീ അങ്ങനെ ചൊറിച്ചിലുണ്ടെങ്കിലേ വേറെ എവിടെയെങ്കിലും കൊണ്ട് ചൊറിഞ്ഞാൽ മതി. നീ ഇവിടെ കിടന്ന് ചൊറിയാൻ ഞങ്ങളത് ഇവിടെ കെട്ടും. സുലേന, കളിക്കരുത്. ഇത് ഞങ്ങളിവിടെ കെട്ടി. എടുത്ത് മാറ്റാ കൊടി. വിളിച്ചോട് പോടാ അവനെ. കൊടി ഞങ്ങളിവിടെ കെട്ടുന്ന ഞങ്ങൾ കെട്ടി. ഇത് അഴിച്ചു മാറാ കൊടി. കൊടി മാറ്റുന്ന പ്രശ്നം. നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടില്ല. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. കൊടി മാറ്റുന്ന കുറെ കണ്ടവനാണ് ഞാൻ. നീ കളിക്കാതെ പോ. എടുത്തോളൂ പോടാ എന്റെ കൊടി. എടുത്തു മാറ്റാ ചെറുക്കാ, നോക്കി നിൽക്കാതെ. നീ കളിക്കാതെ. നീ എന്താണ് കാണിക്കണം? നീ എന്താണ് അടിച്ചതിന്റെ എന്റെ ദേഹത്ത് കൈവച്ച നീ അതറിയും. അറിയാവുന്നില്ല. എന്റെ പാർട്ടി കൊടിയെ നീ അപമാനിച്ചത്. നീ പോടാ, നീ അനുഭവിക്കും. നീ കൊണ്ട് കേസ് പറ. കളിക്കുന്നവൻ പോടാ. ഇതെന്ത് തീർത്തിട്ടൊക്കെ? ഇത് ഇന്നലെ ഇട്ടതല്ലേ? ഇടാൻ കുഴപ്പമില്ല. ഇത് മാറത് വേർക്കും. ഇല്ല, വേർപ്പൊന്നുമില്ല. മണം അത് കുഴപ്പമില്ല. സ്പ്രേ അടിച്ചാ അത് കുഴപ്പമില്ല. ചെറുക്ക മാറ്റിയിടാൻ അത് കുഴപ്പമില്ലെന്ന് സ്പ്രേ അടിച്ചാ
മാർക്കേ. അത് ഇത് മതി ഇത് മതി. പറഞ്ഞ അനുസരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥലത്തും കൊണ്ടുപോകില്ല. ഇത് മതി അമ്മ. സത്യം പറയടാ, നിനക്ക് എന്താണ് തരണമെന്ന് ഇത്ര നിർബന്ധമെന്ന്? എനിക്കിത് മതി. എന്താ കാര്യമെന്ന് പറ. വാ, എന്താ കാര്യം? അതെ, എന്റെ ക്ലാസ്സില് നീലിയേ ഈ ഷർട്ടും പാൻറ് ഇടുമ്പോ കാണാൻ നല്ല രസമാണെന്ന് പറഞ്ഞു. അയ്യ, നാണില്ലല്ലോ കണ്ട പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് മുഷിഞ്ഞ ഷർട്ട് ഇട്ടുകൊണ്ട് പോവാൻ. ക്ലീറ്റോ, ആ ഞാനെന്തേ കൊച്ചും കൂടി പുറത്തു പോവാൻ നിൽക്കുന്നു. എന്താ എന്താ എന്റെ ക്ലീറ്റോ, നിങ്ങൾ പാർട്ടിയിൽ ഇല്ലല്ലോ, പിന്നെ അവരെന്ത് ചെയ്താ നിങ്ങൾക്ക് എന്താ? ചുമ്മാ വർത്താനം പറയല്ലേ ക്ലീറ്റോ. വീട്ടിലിരിക്കണ ഞാനാണോ ഇത് ചെയ്തത്? നിങ്ങൾ എന്തിനാ അടിക്കാൻ പോയ? എന്തിനാ? ആ എന്തെങ്കിലും ചെയ്. ആ എന്നെ വിളിക്കണ്ട പോ. എന്തുപറ്റി? എന്താ മകളെ? ക്ലീറ്റോ അവിടെ ഓഫീസില് RDP ആരോ പിടിച്ചിട്ട് അടിച്ച് ഭയങ്കര വഴക്കായിന്ന്. എന്റെ കറുത്തി ക്ലീറ്റോ ചേട്ടൻ എന്തിന്റെ സൂക്ക്? എനിക്കറിയാൻ പാടില്ല. ചേച്ചി ഒന്ന് ഏട്ടനെ വിളിച്ചേ. നീ വിളിക്കുന്ന എന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. വീട്ടിലിരിക്കണ ഞാനാണ് കുഴപ്പം, എന്റെ പാർട്ടിക്കാരാന്ന് പറഞ്ഞ ഞാനാണോ തെറ്റുകാരി? മകള് വിഷമിക്കണ്ട, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. ആര്? കനകൻ. പിന്നെ കനകൻ ഇതല്ലേ മണി? ഹലോ ഏട്ടാ, തിരക്കിലാണോ? അല്ല, ക്ലീറ്റോ ചേട്ടനെ അവിടെ ഓഫീസിൽ ആരോട്ട് വഴക്ക് പിടിച്ചെന്ന് പറയണ്. അതല്ലൊക്കെ ആയിരുന്നു. അല്ല, എനിക്ക് അറിയത്തില്ല ആരുമായിട്ടാന്നത്. ചേച്ചിയാ പറഞ്ഞത്. ഞാൻ കൊടുക്കാം. ഹലോ എടാ. ആ തല്ലിന്ന് പറയുന്നു. RDP ആരോ അറിഞ്ഞൂടാ. നീ ഒന്ന് വിളിച്ചു പറ. എന്തായി? സ്റ്റേഷനിൽ കൊണ്ടുവന്നത് പരാതി കൊടുക്കാൻ. നമ്മള് തല്ലിട്ട് നമ്മള് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? ദൈവമേ, നീ ആ ശശിച്ചേട്ടൻ വിളിക്കുന്നു. ചേച്ചി ഫോൺ എടുക്ക്. ഞാൻ എന്ത് പറയാനാ? ഫോൺ എടുക്കാതെ ഫോൺ എടുക്ക്. ഹലോ ശശി അണ്ണാ. അറിഞ്ഞു. അയ്യോ അതിന് പരാതിയൊക്കെ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സംസാരിച്ച് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. ആ ശരി ശരി. ഓ അയാള് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോയിന്ന്. എന്നോട് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ. ചേച്ചിയല്ല അവിടെ ഏട്ടനില്ലേ? ചേച്ചി എന്താ പേടിക്കണത്? സാറേ, SI അകത്തുണ്ട്. സാറാത്തുണ്ട്. പറ. അയ്യോ, ഒത്തുതീർപ്പായ? കൈയില്ലാത്തവനുണ്ടല്ലോ, കൈ കെട്ടി ക്ലീറ്റോനടിക്കും. അതാണ് സ്വഭാവം. ഓ എന്റെ പൊന്നെ, അവിടുന്ന് ഭൂമി പിളർന്ന് താണു പോയാ മതി എന്ന് ആലോചിച്ചു പോയി ഞാൻ. അല്ല, അയാൾ എന്ത് പറഞ്ഞു? അയാൾ എന്ത് പറയാൻ? ഇപ്പൊ അടി കൊണ്ടത് ആർക്കാന്ന് ചിന്തിച്ചു ഞാൻ. ഒരു കണക്കിന് കൈയും കാലും പിടിച്ച് ഒത്തുതീർപ്പാക്കി. ആക്കിയാ? അത് മതി. ആക്കിയാ? അത് മതി. ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇതിന്? അല്ല, കനകൻ എന്തോ പറഞ്ഞ്? അവൻ എന്ത് പറയാൻ? ആർക്കും ഒന്നും പറയാൻ പറ്റണില്ല. ഇതിങ്ങനെ ചെലാന്ന് ചെലക്കുന്നത്. ക്ലീറ്റോ ചേട്ടന്റെ ഭാഗത്ത് തെറ്റില്ലാഞ്ഞിട്ട്. എനിക്കറിയാവുന്നല്ലേ എന്റെ തെറ്റില്ലാഞ്ഞിട്ടാണോ? അയാൾ അവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അവിടെ കൊണ്ടുവന്ന് മറ്റേ ഒരു കൊടി വെച്ചെന്ന് പറഞ്ഞ ക്ലീറ്റോ അയാൾ തല്ലാനാരാ? എന്ത് കാര്യത്തിന് ആ കൊടി കൊണ്ടുവന്ന് ആ ഓഫീസിന്റെ മുന്നിൽ തന്നെ കുത്തിയത്? വേറെ ഒരു സ്ഥലമില്ലായിരുന്ന? ഇപ്പൊ മനസ്സിലായി. ഇത് ക്ലീറ്റോന്റെ കുഴപ്പമല്ല, പിന്നെ ഇതാ കുടുംബത്തിന്റെ കുഴപ്പമാ. ഞങ്ങള് അനീതി കണ്ട പ്രതികരിക്കുന്നത്. ആ രക്തമാ ഞങ്ങളുടെ ഈ ഞരമ്പിൽ കൂടെ ഓടണം. ഇപ്പൊ രക്തം വെച്ച് അവിടെ ചേർന്ന് മിണ്ടായിരിക്കാവോ? ആ മനുഷ്യൻ വരുമ്പോ ഇത് തന്നെ പറയണം. എന്റെ അമ്മ. എന്നിട്ട് ഈ കനകൻ ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇങ്ങനെ തിളച്ച് വരുമോ? മറ്റേ അയാളെ വിടുന്നില്ല. അല്ലല്ലേ, ഏട്ടൻ അയാളെയാണോ സപ്പോർട്ട് ചെയ്തത്?
അല്ലെന്ന് ക്ലീറ്റോനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ക്ലീറ്റോന് പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഇത് മനസ്സിലാക്കട്ടെ. അതിനപ്പോഴും അയാളെ മെക്കിട്ട് തുറന്നു. അവസാനം കനക നല്ല ചീത്ത പറഞ്ഞു. അപ്പൊ ഒന്ന് പറയാതെ എന്റെ പൊന്നെ അവിടെ കിടന്നും ബഹളം വെച്ച. അയ്യോ, അവിടെ കിടന്ന് ആങ്ങളേനെ ബഹളം വെച്ചതേ അനിയത്തിക്ക് അറിയണ്ടുള്ളൂ. എന്നെ എന്തൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ പറയണം, നീ എന്ത് കാര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്? നീ നിന്റെ പാർട്ടിക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? നീ എന്നെ ഇറക്കാൻ വേണ്ടി വന്നതല്ല. നീ മറ്റേ മെമ്പർ ആയി കഴിഞ്ഞപ്പോ നീ പ്രധാനമന്ത്രിനെ പോലെയാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്റെ പൊന്നെ, ഞാൻ എന്തിനവിടെ പോയി എന്ന് ആലോചിച്ചു പോയി. ഇതൊക്കെ എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, അത് മതി. കലങ്ങി തെളിഞ്ഞതൊന്നുമല്ല, തെളിയിച്ചതാ. ഈ മനുഷ്യന്റെ സ്വഭാവത്തിന് കലങ്ങി തെളിയൂല ഒരിക്കലും. കഷ്ടകാലം വന്നേ, അതുകൊണ്ടാ. ചേച്ചി ചേച്ചി, ഇവിടെ ആരുമില്ലേ? ആരാ? എന്തോ വേണം? ക്ലീറ്റോ സാറില്ലേ? ക്ലീറ്റോ സാറില്ലേ? ക്ലീറ്റോ ചേട്ടനായില്ലല്ലോ. ഓഫീസിലുണ്ടാവും. ആണോ? ഞാൻ കഠിനംകുളത്ത് വരുന്നതാണ്. എൻ്റെ പേര് ബഷീർ എന്നാണ്. ക്ലീറ്റോ സാറിന്റെ വി ഹെൽപ്പ് എന്ന സ്ഥാപനം വഴി എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നു, മണ്ണന്തല ജ്വല്ലറിയിൽ. അപ്പോൾ അതിന്റെ കമ്മീഷനായിട്ട് 1 മാസത്തെ പകുതി ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ആർക്ക് കൊടുത്തു? ക്ലീറ്റോ സാറിന് കൊടുത്തു. എത്ര രൂപ? 9,000 രൂപ കൊടുത്തു. എന്നിട്ട് ഇപ്പൊ 1 മാസമായി. ആദ്യത്തെ ശമ്പളം കിട്ടേണ്ട സമയമായി. ചോദിച്ചപ്പോ നാളെ മുതൽ വരണ്ടെന്നാണ് പറയുന്നത്. ശമ്പളം ചോദിച്ചപ്പോഴാ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇല്ല, തന്നില്ല. ക്ലീറ്റോനൊന്ന് വിളിക്കായിരുന്നില്ലേ? ഞാൻ പലതവണ വിളിച്ചു, ഓഫീസിൽ പലതവണ പോയി. വിളിച്ചാ ഫോൺ എടുക്കണ്ടേ? ക്ലീറ്റോന് ചെറിയ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് എടുക്കാത്തത്. ടെൻഷനും പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ ഇപ്പൊ ഞങ്ങള് മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ചേച്ചി, ഞാൻ ആകെ പ്രശ്നത്തിലാണ്. ഇത് കിട്ടിയിട്ട് വേണം എന്റെ കാര്യങ്ങൾ നടക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ചേച്ചി ഒന്ന് ക്ലീറ്റോ ചേട്ടനെ വിളിച്ചേ. ഞാൻ വിളിച്ച അപ്പൊ തന്നെ അങ്ങോട്ട് എടുക്കുകയും ചെയ്യും. നീ വിളിക്ക്. നീ കനകനെ വിളിച്ച് കാര്യം പറ. പിന്നെ കനയിൽ ഇവിടുത്തെ പ്രശ്നം തീർക്കാനിരിക്കല്ലേ ഇവിടെ? വേണ്ട, ക്ലീറ്റോ ചേട്ടനെ വിളിക്കാം. രാഷ്ട്രീയം വിട്ട് ഇതിനിറങ്ങിയപ്പോ വിചാരിച്ച് രക്ഷപ്പെട്ട് ഇനി സമാധാനം ഉണ്ടാവും. നീ എവിടെ? ഹലോ, ക്ലീറ്റോ ചേട്ടാ, ഒരു ബഷീർ എന്ന് പറഞ്ഞ ആളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് 9,000 രൂപ കണ്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞ്. ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് ക്ലീറ്റോ ചേട്ടനെ വിളിക്കാനായിട്ട്. അല്ലെങ്കിൽ ക്ലീറ്റോ ചേട്ടൻ അയാളെ വിളിച്ചേ. ഹലോ, കട്ട് ചെയ്തു. എന്റെ ഒച്ച കേട്ടപ്പോഴേ കട്ട് ചെയ്ത്. എടി, നിന്റെ അടുത്ത് പറഞ്ഞല്ലേ കനകനെ വിളിക്കാൻ? അതല്ലേ പറഞ്ഞത്, അവൻ അവിടെ ഇതിനു വേണ്ടിട്ടിരിക്കുവാണോ? ഏട്ടന് ഇതാണ് അമ്മ പണി. എന്ത് ചെയ്യും? അവൻ വരുത്തി വെച്ചല്ലേ അവൻ അനുഭവിക്കട്ടെ. അല്ല, നീ ഇവിടെ കിടന്ന് തീരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഞാൻ പറയാലോ. തിരുപ്പി ഇങ്ങനെ വിഷമം വെച്ച് എന്നിട്ട് എന്താ കാര്യം? ഏട്ടൻ അയാളോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു തീരുമാനം ഉണ്ടാക്കും. സംസാരിച്ചിട്ട് എന്താ കാര്യം? ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ എന്തെല്ലാം കഥകൾ ഇറങ്ങിയിട്ടുണ്ടാവും. മെമ്പറുടെ ഭർത്താവ് കള്ളനാന്നും പറഞ്ഞിപ്പോ എതിർപ്പാർട്ടിക്കാരെ ആഘോഷിക്കുന്നുണ്ടാവും. അവനിപ്പോ കഷ്ടകാല മക്കളെ, അതുകൊണ്ടാ ഇങ്ങനെ ഓരോ കുഴപ്പത്തിലൊക്കെ. ഒന്നും മിണ്ടാതിരുന്നേമ്മേ. കഷ്ടകാലം, ഇതാ കഷ്ടകാലം അവനോ വരുത്തി വെക്കുന്നത്. വല്ലവന്റെ പൈസ എടുത്തിട്ടാണോ കുഞ്ഞോളിക്കുന്നത്? അയാള് പറഞ്ഞ പോലെ ഒന്നും അല്ല. ക്ലീറ്റോ ചേട്ടൻ അങ്ങനെ കണ്ണടച്ച് ആരെയും പറ്റിക്കത്തൊന്നുമില്ല. പറ്റിക്കൂല. ജോലി മേടിച്ചു കൊടുത്തെങ്കിലേ ശമ്പളം കൂടി മേടിച്ചു കൊടുക്കാനുള്ള വകതിരിവ് കാണിക്കണം. അല്ലാതെ ഫോൺ എടുക്കാതിരുന്നിട്ട് കാര്യമില്ല. അല്ല, അത് അവൻ എന്തെങ്കിലും തിരക്കായിരിക്കും, അതായിരിക്കും അവൻ ഫോൺ വിളിക്കാതിരിക്കുന്നത്. ന്യായീകരിക്കാൻ പിന്നെ അമ്മേനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആള്. എനിക്ക് നല്ല ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. ഹലോ, എന്തായി? ആണോ? അപ്പൊ പിന്നെ പണിയാണല്ലോ. ഇവിടെ ഉണ്ട്. ടെൻഷൻ അടിച്ചിരിക്കുക. ഞാൻ പറയാം. ശരി. എന്തായി? ബഷീർ എന്ന് പറഞ്ഞ ആളില്ലേ, അയാളും 2-3 പേരും കൂടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തെന്ന് ക്ലീറ്റോ ചേട്ടനെതിരെ. അയ്യോ, ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചെന്നും പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോ അവനെ പോലീസ് പിടിച്ചോണ്ട് പോവോ? രാവിലെ ക്ലീറ്റോ ചേട്ടനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയും ചെല്ലണമെന്ന്. ഞാൻ കുറെ ചെല്ലും. പിന്നെ പരാതി കൊടുത്ത ചെല്ലണ്ടേ? വേണ്ട, അവനവൻ വരുത്തി വെച്ചത് അവനവൻ അങ്ങ് തീർത്തോളും. എനിക്ക് വയ്യ സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കാൻ. നീയും കൂടെ ഒന്ന് ചെല്ല്. നമ്മുടെ ചെറുക്കനല്ലേ അവിടുത്തെ SI, അവൻ നോക്കിക്കോളും. ഞാൻ പോണില്ല.
എന്ത് പോണില്ലെന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാ പിന്നെ ചെല്ലണ്ടേ? ഞാൻ പോണില്ല, ഇത് അവനവൻ ഉണ്ടാക്കിയ പ്രശ്നം അവനവൻ അങ്ങ് തീർത്തോളൂ. അല്ലാതെ എല്ലാത്തിനും ഇതിനൊക്കെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനല്ല എന്റെ പണി. ഏട്ടൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ക്ലീറ്റോ ചേട്ടൻ നാളെ സ്റ്റേഷനിൽ ചെല്ലുമ്പോ ആ ബഷീറിനോട് തർക്കിക്കാനൊന്നും നിൽക്കരുതെന്ന്. ഞാനങ്ങ് പറഞ്ഞ അങ്ങോട്ട് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആളാണ് നിന്റെ ക്ലീറ്റോ ചേട്ടൻ. എന്തൊക്കെ വേദോപദേശിച്ചാലും അങ്ങോരുടെ മനസ്സിലൊരു കാര്യമുണ്ട്, അതേ ചെയ്യുള്ളൂ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനുണ്ടായിരിക്കണം ജന്മ. നാളെ കോടതി കൊടുക്കേണ്ട പേപ്പേഴ്സിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ തയ്യാറായോ? തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സർ. സ്പീഡപ്പ് ചെയ്യണേ, ഓക്കെ. നാളെ പ്രതി ഹാജരാക്കേണ്ടതാണ്. ഓക്കെ സർ. സാറേ, ആ ചീറ്റിംഗ് കേസിൽ പരാതി നിന്ന് ബഷീർ വന്നിട്ടുണ്ട്. കൂടെ സാറിൻ്റെ അളിയനും പെങ്ങളും ഉണ്ട്. വരാൻ പറയട്ടെ? പറ. മെമ്പർ ഇരിക്കും. അറിയാ ചീറ്റിംഗ് കേസ് പരാതി പ്രകാരം ബഷീറിനെ ക്ലീറ്റസ് സ്മിത്തായി ചതിച്ചു എന്നാണ് അല്ലേ? അതെ സാർ. ചുമ്മാ അളിയാ, ഞാൻ എന്തിനു ചോദിക്കുന്നത്? വെറുതെ ഈ പറയണത് അളിയാ, സത്യം. ഇയാളോട് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി. ചോദിക്കും ഞാൻ. എന്താ സംഭവിച്ചേ? സാർ, എനിക്ക് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 9,000 രൂപ വാങ്ങിച്ചു. ജോലി വാങ്ങിച്ചു തന്നു. ജോലി വാങ്ങിച്ചു കൊടുത്തല്ലോ അളിയ, ജോലി വാങ്ങിച്ചു സാറേ, ജോലി വാങ്ങിച്ചു കൊടുത്തു സാറേ, കൊടുത്തു സാറേ. ജോലി വാങ്ങിച്ചു തന്നു. 1 മാസം കഴിഞ്ഞിട്ട് ശമ്പളം കിട്ടിയില്ല. ശമ്പളം ചോദിച്ചപ്പോൾ നാളെ മുതൽ പണിക്ക് വരണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എന്താണ് വേണ്ടത്? അതെ, ഞാൻ ഈ ജുവലറിയുടെ ഓണറുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പുള്ളി എന്തൊക്കെയോ കുറച്ച് തിരക്കിലായിപ്പോയി. ശമ്പളം കൊടുക്കാന്ന് തന്നെ പറയണേ. സാർ, ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി കുറേ തവണ ഇദ്ദേഹത്തെ ഞാൻ ഫോൺ ചെയ്തു. ഞാൻ കുറച്ച് വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ കാണാറുമില്ല. ഞാൻ കുറേ ഇതൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു സാറേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓണറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുക്കുമല്ലോ. കേട്ടല്ലോ സാറേ, എൻ്റെ കുടുംബം വളരെ ദുരിതത്തിലാണ്. എൻ്റെ നിന്ന് വാങ്ങിയ 9,000 രൂപയും ശമ്പളം കൂടി ചേർത്ത് 27,000 രൂപ എനിക്ക് കിട്ടണം സാർ. വളരെ കഷ്ടത്തിലാണ് എൻ്റെ കാര്യം. 27,000 രൂപ ഞാൻ തരാനായി? എൻ്റെ കമ്മീഷനാണത്. ഞാൻ പിന്നെ സ്ഥാപനം തുറന്നു വെച്ചോണ്ടിരിക്കുന്ന വെറുതെ സിനിമ കാണാനല്ല. നീ എന്തോ വിചാരിച്ചത്? നിനക്ക് ജോലി മേടിച്ച് തന്ന് ശമ്പളം ചോദിക്കുമ്പോ മറുപടി മനസ്സിലായല്ലോ? ഈ ജുവലറി ഉടമയുടെ നമ്പറിങ് തന്നെ? ഇല്ല, എൻ്റെ അടുത്ത് ഇല്ല സാർ. എൻ്റെ ഉണ്ട് സാറേ, ഞാൻ തരാം. പറഞ്ഞേ. ഇതാണ് സാർ. എടുക്കുന്നില്ലല്ലേ? ആളും എന്നെ പോലെ തന്നെ തിരക്കുള്ള ഒരാളാ. സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടോ? പിന്നെ അത് കുറെ വർഷമായിട്ടുള്ള ജുവലറിയാണ്. ജുവലറിയുടെ കാര്യമല്ലേ ചോദിച്ചത്. നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നുണ്ടല്ലോ, ലൈസൻസ് ഉണ്ടോ? ഉണ്ട്. ഈ പേയ്മെന്റ് കൊടുത്തതിന് എന്തെങ്കിലും റെസീറ്റ് എന്തെങ്കിലും തന്നായിരുന്നോ? ഇല്ല, ഒന്നുമില്ല സാർ. അപ്പൊ ഇല്ലീഗലായിട്ടാണ് പണമിടാട് നടത്തുന്നത് അല്ലേ? അതായത് ഗൂഗിൾ പേയിലായതുകൊണ്ട് അതിനകത്ത് തന്നെ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ വേറെ റെസിപ്റ്റ് അതുകൊണ്ട് കൊടുത്തില്ല ഞാൻ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. നാളെ ഇങ്ങോട്ട് നാളെ നമുക്ക് തീരുമാനമാക്കാം. സാർ, എനിക്ക് നാളെ വരാൻ ബുദ്ധിമുട്ടുണ്ട് സാർ. പരാതി വേണേൽ ഞാൻ പിൻവലിക്കാം. എൻ്റെ ശമ്പളവും എൻ്റെ കയ്യിൽ നിന്ന് ചിലവായ കാശും കിട്ടാനുള്ള സംവിധാനം ചെയ്തു തന്നാൽ മതി.
ബഷീർ, അതല്ലേ ഞാൻ പറഞ്ഞത്. അതിനൊരു തീരുമാനമാക്കാനാണല്ലോ നാളെ വരാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഓക്കെ സാർ. നാളെ വന്ന് രണ്ടുപേരും. അല്ലാതെ നാളെ വി ഹെൽപ്പിൻ്റെ 2-3 മീറ്റിംഗ് രാവിലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് സംസാരിച്ചാൽ അത് പോരാ. വരാം. എത്ര മണിക്ക് വരണം? നാളെ രാവിലെ 10 മണിയാകുമ്പോൾ രണ്ടുപേരോട് ഉണ്ടാവണം. വരും വരും വരും. മനസ്സിലായില്ലേ? വന്നോളാം. ആ വിട്ടോ. ശരി. ആ ശരി. ഇതൊക്കെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. നിന്റെ ആങ്ങളേട്ടൻ അവൻ്റെ മട്ടും ഭാവവും എനിക്ക് പിടിക്കണില്ല. എൻ്റെ കോണം തിരിഞ്ഞ് വരെയാണ്. എൻ്റെ കാലിനെ പെരുത്ത് കയറണ്. എസ് ഐ പെരുത്ത് കയറണമെങ്കിൽ അതിൻ്റെ ഇടയിലോട്ടെങ്ങാനും വല്ല കാലും എടുത്തിട്ട്. എന്റെ പൊന്നു ക്ലീറ്റോ, ഇത് സ്റ്റേഷനാണ്. ഇവിടുത്തെ SI ആണ്. വീട്ടിലിട്ട് വായിട്ട് അലക്കണ പോലെ ഇവിടെ ഇട്ട് അലക്കല്ലേ. പിന്നെ ഞാൻ SI സ്റ്റേഷനൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണയല്ലേ. എൻ്റെ ദേഹത്ത് കതറില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ കാണായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ SI അവൻ്റെ പട്ടി ഷോട്ടില്ലേ. എൻ്റെ മോശ സമയമായി പോയി. ഇല്ലെങ്കിൽ അവൻ വല്ല ഗുണ്ടൽപ്പായിട്ട് വരുന്നതിനായി. ഓ, ഞാൻ കണ്ട് മനസ്സിലായി. വായി വെച്ച് ചിലർ മിണ്ടാതിരിക്കൂ. ക്ലീറ്റസ് മത്തായി, ബഷീർ രണ്ടുപേരും സാറ് വിളിക്കുന്നുണ്ട്. എഴുന്നേക്ക്. ബഷീർ കൃത്യമായിട്ട് ജോലിക്ക് പോയിരുന്നോ? പോകാറുണ്ട് സാർ. സാർ ഞാനൊരു ലീവ് പോലും എടുത്തിട്ടില്ല. ഉറപ്പാണ് സാർ. എന്നിട്ട് ഉടമ്പ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. താൻ കൃത്യമായിട്ട് ജോലിക്ക് പോകണില്ലെന്നും നൈറ്റ് ഡ്യൂട്ടിയിൽ ഇരുന്ന് ഉറങ്ങണം എന്നാണല്ലോ പറഞ്ഞത്. മാഡം അത് ഇദ്ദേഹം ശമ്പളം തരാതിരിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാണ്. ബഷീറെ, നീ ആരോടാണ്, എവിടെയാണ്, എന്താണ് സംസാരിക്കുന്ന ആലോചിച്ചോണം സംസാരിക്കാൻ. മനസ്സിലായല്ലോ? നിന്റെ ഉടമയോട് സംസാരിച്ചിട്ട് ഞാൻ വന്നേക്കുന്നത്. മനസ്സിലായ? സാർ അത് സ്വന്തം ആളിനെ രക്ഷിക്കാൻ വേണ്ടി എന്നെ ബലിയാടാക്കരുത് സാർ. ഞങ്ങൾ അളിയന് മെച്ചം വെക്കേ അങ്ങ് വീട്ടില. ഇവിടെ നീതിയും ന്യായം മാത്രമേ നടക്കുള്ളൂ. മനസ്സിലായില്ലേ? നീ മദ്യപിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയനല്ലേ എന്നെ പറഞ്ഞു വിട്ടത് അല്ലേ? അയാൾക്ക് വഴക്കും കേസും താല്പര്യമില്ലാത്തോണ്ട് തന്റെ ശമ്പളം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബഷീറിന് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? മാഡം ഞാനൊരു RDP പ്രവർത്തകനാണ്. അതുകൊണ്ടെന്താ പാർട്ടി നിങ്ങളോട് ഇങ്ങനെ വൃത്തിയോട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഫോൺ എടുത്തേ. അത് ഫോണ് വേണോ സാർ? അതിനകത്തൊന്നുമില്ല സാർ. അതിനകത്തൊന്നും വേണ്ട. ഫോൺ എടുക്ക്. ആ ലോക്ക് മാറ്റി. ലോക്ക് മാറ്റിയിട്ട് ലാസ്റ്റ് വിളിച്ചാളെന്ന് വിളിക്കേ. സാറ് പറഞ്ഞ കേട്ടില്ലേ? വിളിക്കേ. സ്പീക്കർ ഇടണേ. ഫോൺ എടുക്കേ. ആ വിളിക്കേ. ഹലോ ബഷീറേ, എന്തായി? ആ പോലീസുകാരന്റെ അളിയന് പണി കൊടുത്തോ? ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഹലോ. ആ SI അളിയനാണ്. നമുക്ക് നേരി കാണേണ്ടി വരും. വെച്ചോ. അയ്യോ സാറേ. ആരെയും സംസാരിച്ച? ആരാണ് ഈ സംസാരിച്ചതെന്ന്? സാർ അതെൻ്റെ ഒരു സുഹൃത്താണ്. സുഹൃത്തിന്റെ പേരെന്താ? സുഹൃത്തിന്റെ പേരെന്താണെന്ന്? സുരോചൻ എന്നാണ്. എന്ത് ചെയ്യുന്നു വിളി? അദ്ദേഹം എന്ത് ചെയ്യുന്നേ?
RDP പ്രവർത്തകനാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? കാര്യം പറ, എന്താ സംഭവിച്ചത് പറയൂ. സാർ, ഇത് സുലോചനെ ക്ലീറ്റോ തല്ലിയതിന് എന്നെ ബലിയാടാക്കുകയാണ്. സാറിന് ക്ഷമിക്കണം സാർ. ക്ഷമയൊന്നും വേണ്ട. തെറ്റ് ചെയ്ത് ആരെങ്കിലും ശിക്ഷിക്കപ്പെടണം. ക്ഷമയും കൊണ്ട് വന്നേക്കണ്. ക്ലീറ്റസ് മത്തായിക്ക് ഇപ്പൊ റൂട്ട് മനസ്സിലായില്ലേ? പരാതി എന്തെങ്കിലുണ്ടോ? പരാതിയൊന്നുമില്ല, പക്ഷെ സത്യാവസ്ഥ ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അത് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം പരാതിയൊന്നും വേണ്ട. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, രണ്ടുപേർക്കും പരാതി എഴുതി കൊടുത്തിരിപ്പിക്കോ. ശരി. ആര് വിളിച്ചല്ലേ? ക്ലീറ്റസ് മത്തായി, ഒരു മിനിറ്റ്. ഈ പോലീസുകാരെല്ലാം ഊളകളല്ലെന്ന് മനസ്സിലായില്ലേ? പോലീസുകാർ എല്ലാവരും ഊളകളല്ല എന്ന് ഞാൻ എന്തായാലും സമ്മതിക്കൂല. പക്ഷേ എൻ്റെ അളി അല്ല, എൻ്റെ അളിയൻ പോലീസ് ഊളയല്ല എന്ന് എന്തായാലും എനിക്ക് ബോധ്യമായി. എൻ്റെ മാനം കാത്തതിന് ഇരിക്കട്ടെ ഈ ഒരു സല്യൂട്ട്. Aliens.